നമസ്കാരം. മില്ലറ്റും തൈറോയിഡ് മില്ലറ്റും തൈറോയിഡ് രോഗങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു പരിഹാരമാകാം ഒരുപക്ഷെ മില്ലറ്റുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇന്നും പലർക്കും ധാരണയില്ല. പല പല ഡോക്ടർമാരും, ഇതിന് മോഡേൺ മെഡിസിൻ ഡോക്ടർമാർ പോലും മില്ലറ്റിനെ പറ്റി പറയുന്നത് തൈറോയിഡിന് അപകടകരമാണെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ തൈറോയിഡ് രോഗം മില്ലറ്റുകൾ മൂലം മാറിയ പല ആളുകളെയും എനിക്ക് പേഴ്സണലി അറിയാം. അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. 4 ദിവസം ചാമയും ഓരോ ദിവസവും കോഡോ ബെർണിയഡ് ബ്രൗൺ ടോപ്പ് മില്ലറ്റുകളും ഉപയോഗിക്കണം. അതെങ്ങനെ ഉപയോഗിക്കണം? 8 മണിക്കൂർ കുതിർത്ത് കഞ്ഞിയോ ദോശയോ അപ്പമോ ഉപ്പുമോ ആയിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ മില്ലറ്റ്, 1 സ്പൂൺ മില്ലറ്റ്, 5 ഗ്രാം മില്ലറ്റ് 8 മണിക്കൂർ കുതിർത്തി കഞ്ഞിയായിട്ട് അത് പഴങ്കഞ്ഞിയാക്കി ഒരു 6 മണിക്കൂർ 8 മണിക്കൂർ പരമാവധി പഴങ്കഞ്ഞിയാക്കി മൺകലത്തിൽ സൂക്ഷിച്ച് ഒരു കോട്ടൺ കൊണ്ട് മൂടി സൂക്ഷിച്ച് അത് 8 മണിക്കൂർ കഴിയുമ്പോൾ വേവിച്ചിട്ട് 8 മണിക്കൂർ കഴിയുമ്പോൾ അത് കഞ്ഞിയായിട്ട് ഒരു ഗ്ലാസ് 200 ml കഞ്ഞിവെള്ളമോ കഞ്ഞിയായിട്ട് പഴങ്കഞ്ഞി വെള്ളമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ദിവസവും നിങ്ങളുടെ എപ്പോഴൊക്കെ ആഹാരം കഴിക്കുന്നോ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരവും ആഹാരത്തിന് മുമ്പ് 8 മണിക്കൂർ തണുപ്പിച്ച 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്ത പഴങ്കഞ്ഞി. അപ്പോൾ 8 മണിക്കൂർ മുൻപ് ഉണ്ടാക്കിയ പഴങ്കഞ്ഞി ആയിരിക്കണം കഴിക്കേണ്ടത്. അല്ലാതെ ഒരു ദിവസം ഉണ്ടാക്കിയത് എപ്പോഴും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ പഴങ്കഞ്ഞിയായിട്ട് കഴിക്കുന്നത് നമ്മുടെ കുടലിലെ ബാക്ടീരിയ ശക്തീകരിക്കും. ബാക്ടീരിയ ശക്തീകരിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനത്തെ അത് സഹായിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ തൈറോയിഡ് പ്രശ്നം വരാൻ കാരണം ലിവറിൻ്റെ പ്രശ്നമാണോ എന്നും കൂടി പരിശോധിക്കണം. ലിവറിൻ്റെ ഫങ്ഷനൊക്കെ ചെക്ക് ചെയ്യണം. തീർച്ചയായിട്ടും റൈറ്റ്സ് ആയിട്ടുള്ളൊരു അപ്രോച്ചിലൂടെ തൈറോയിഡിനെ നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റണം. കുറച്ച് അയോഡിൻ ഉൾപ്പെടുന്നുള്ള ആഹാരം കഴിക്കുക. ഒപ്പം തന്നെ ഹാർട്ടിന് കംപ്ലൈൻ്റ് ഇല്ലെന്ന് ഉറപ്പാക്കുക. അതോടൊപ്പം തന്നെ രോഗപരിഹാരം ഉണ്ടാകുന്നവരെ മരുന്നുകൾ മുടങ്ങാതെ സൂക്ഷിക്കാൻ വേണം. കാരണം തൈറോയിഡ് വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ്. അതില്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട മരുന്നുകൾ കഴിച്ചേ പറ്റൂ. സ്വാഭാവികമായിട്ടും തൈറോയിഡ് നമുക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസീസാണ്. അതൊരു പ്രശ്നമായിട്ട് കാണാതിരിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഉപയോഗിക്കുന്നവരിൽ മാറ്റം കണ്ടിട്ടുണ്ട്. എനിക്ക് നേരിട്ടറിയുന്ന തൃശ്ശൂരിലുള്ള ഒരു കുട്ടിയുടെ കേസിൽ എനിക്കറിയാം. അവിടെ അവർ അമൃത ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്ത് പ്രൂവൺ ആയിട്ട് കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു മെഡിക്കൽ ഉപദേശമല്ല. നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ആലോചിച്ചിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള കാര്യം തീരുമാനിക്കുക. മില്ലറ്റ് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും 8 മണിക്കൂർ കുതിർത്തിട്ട ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. അതുപോലെ തന്നെ ഫെർമെൻറ്റ് ചെയ്ത് ഉപയോഗിക്കണം. അതേപോലെ തന്നെ അമ്പാലി എന്ന് പറയുന്ന പഴങ്കഞ്ഞി രൂപത്തിൽ കൂടി ഉപയോഗിച്ചാലാണ് റിസൾട്ട് കിട്ടുക. ഒപ്പം തന്നെ പഴച്ചാറുകളെ വെജിറ്റബിൾസൊക്കെ കാര്യമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് മില്ലറ്റിന് തൈറോയിഡായിട്ടുള്ള ബന്ധം. മില്ലറ്റുകൾക്ക് തൈറോയിഡ് പരിഹരിക്കാനുള്ള ശേഷി ഉണ്ട് എന്ന് എനിക്ക് അനുഭവങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.